റോഡുകൾ, റെയിൽവേ ലൈനുകൾ, ഡാമുകൾ, വൈദ്യുതി, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഇവയൊന്നുമില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. കാരണം ഇവയൊന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരുതരം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങും. NCERT ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലെ 8-ാം അധ്യായം ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയുടെ എക്കണോമിക്സ് ഫോർ PSC റിവിഷൻ ക്ലാസ്സിലേക്ക്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഭൗതികവും ഓർഗനൈസേഷണലായതുമായ ഘടകങ്ങളെയെല്ലാം കൂടി ചേർത്താണ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയാറുള്ളത്. ഗതാഗതം, വൈദ്യുതി, കമ്മ്യൂണിക്കേഷൻ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇൻഫ്രാസ്ട്രക്ചറിനെ പൊതുവെ രണ്ടായി തരംതിരിക്കാം: എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉത്തേജകം നൽകുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അത്യന്താപേക്ഷിതമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെയാണ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഉദാഹരണം ട്രാൻസ്പോർട്ട്, പവർ, കമ്മ്യൂണിക്കേഷൻ, ഇറിഗേഷൻ, ബാങ്കിങ്. എന്നാൽ മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ മെച്ചപ്പെടുത്തുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, ഹൗസിംഗ് എന്നിവയെല്ലാം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് പാരമ്പര്യമായി ഗവൺമെൻറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രാധാന്യവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കൂടി വരുന്നുണ്ട്. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇൻഫ്രാസ്ട്രക്ചറാണ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നുണ്ട്. സമഗ്രമായ മാനസിക, ശാരീരിക, സാമൂഹിക ക്ഷേമം എന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത്. 1948 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമാകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ 2014 ആയുഷ് മന്ത്രാലയം ആരംഭിക്കുന്നത്. ആയുർവേദം, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ മെഡിസിൻസിന് പ്രചാരം നൽകുകയാണ് ആയുഷിൻ്റെ ലക്ഷ്യം. 2014 തന്നെയാണ് സ്വച്ഛ് ഭാരത് മിഷനും സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ഭാഗമായി 100 മില്യൺ ടോയ്ലറ്റുകൾ രാജ്യമെമ്പാടും നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 2019 നമ്മുടെ രാജ്യത്തെ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ കൺട്രിയായി പ്രഖ്യാപിച്ചു. 2 തരത്തിലുള്ള ഊർജ സ്രോതസ്സുകൾ നമുക്കുണ്ട്: പാരമ്പര്യ ഊർജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും. ഫോസിൽ പവർ, തെർമൽ പവർ, ഹൈഡ്രോ പവർ, ന്യൂക്ലിയർ പവർ എന്നിവയൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സുകളാണ്. സൗരോർജം, കാറ്റ്, തിരമാല, ജിയോ തെർമൽ എനർജി എന്നിവയൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് അഥവാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.